ഈ ഇൻ്റർവ്യൂവിൻ്റെ കീഴിൽ എനിക്കെതിരെ വരാൻ പോകുന്നത് എന്താണെന്നതിനെപ്പറ്റി എനിക്ക് നല്ല ബോധ്യമുണ്ട്. അതുകൊണ്ട് എൻ്റെ വാ അടച്ചു വെക്കില്ല. ഞാൻ പറയാനുള്ള കാര്യം ഞാൻ പറയും. ധൈര്യപൂർവ്വം പറയാം. പറയും. ഇത്രയും ആളുകളുടെ ഇടയിൽ നിന്ന് ജയിപ്പിച്ച ആളുകൾ കാണിക്കുന്ന ഓരോ മോശപ്പെട്ട പ്രവണതയും സാധാരണ ജനങ്ങൾ എന്ത് കാണിക്കുന്ന പോലെ അല്ല ഈ സെലിബ്രിറ്റീസ് ചെയ്യുന്നത്. ഇപ്പോൾ അൻസിബയുടെ വിഷയമാണെങ്കിൽ ഞാൻ അൻസിബയുടെ കൂടെയാണ്. അതിൻ്റെ അകത്ത് ചില ആളുകൾ കാണിക്കുന്ന ഇതുപോലെയുള്ള പ്രവണതകൾ ഒട്ടും നമുക്ക് അംഗീകരിക്കാൻ പറ്റുന്നതല്ല. ഒരു നിലപാടൊരാൾ പറഞ്ഞാൽ അവരെ ജാതീയമായി ആക്ഷേപിക്കുക, അവരെ ജിഹാദിയാക്കുക, പുതിയ പദമാണല്ലോ, വളരെ മോശമായ രീതിയിൽ കലാകാരിയാണെന്ന ലേബലിൽ ഒരു കലാകാരനും ഒരു കലാകാരിക്കും ഒന്നും വർഗീയവാദിയാവാൻ പറ്റില്ല. അവർക്ക് സ്നേഹിക്കുന്നത് കലയാണ്. സലീമിന്റെ ഒരു പടത്തിലേ അഭിനയിച്ചിട്ടുള്ളൂ, നഗരം എന്ന് പറഞ്ഞ വളരെ നല്ലൊരു സുഹൃത്താണ്. എന്നെ ഈ കഴിഞ്ഞ പടത്തിൽ ഞാൻ ലർക്ക് എന്ന് പറഞ്ഞ സിനിമ ഞാൻ ചെയ്ത്, ലർക്ക് എന്ന് പറഞ്ഞാൽ പതിയിരിക്കാന്നു, അതിൽ ഞാനൊരു പ്രധാന വേഷത്തിലേക്ക് സലീമിനെ വിളിച്ചിരുന്നു. സലീമിൻ്റെ അടുത്ത് പറഞ്ഞ ഒറ്റ കാര്യമുള്ളൂ, നിങ്ങൾക്ക് ഞാൻ ബാധ്യതയാവും, എനിക്ക് നടക്കാൻ വയ്യ, എനിക്ക് ഇരുന്നേ ചെയ്യാൻ പറ്റത്തുള്ളൂ, എന്നെ ഒഴിവായിക്കൂടെ എന്ന് ചോദിച്ചു. അഭിനയിക്കാനുള്ള ത്വര അദ്ദേഹത്തിനുണ്ട്, പാഷനുണ്ട്. അപ്പോൾ സലീം എപ്പോഴും നിലപാടുകൾ ഉറച്ചു നിൽക്കുന്ന ഒരാളാണ്. അയാളുടെ രാഷ്ട്രീയമാണെങ്കിലും അയാൾക്ക് പറയാനുള്ള കാര്യം അയാൾ സ്ട്രോങ് ആയിട്ട് പറയാറുണ്ട്. ഭൗതിക ശരീരത്തോട് ഒരു റെസ്പെക്ട് കീപ്പ് ചെയ്യാത്ത രീതിയിൽ ആ ഒരു ഇൻസിഡന്റ്, ഒരു മകന്റെ വേദനയും രോഷവുമാണ് ഞാൻ സത്യം പറഞ്ഞ സിവിക് സെൻസ് നമുക്ക് വളരെ കുറവാണ്. എന്തിനാണ് ഇങ്ങനെ ഇടിച്ചു കയറി നിൽക്കുന്നത്? കുറച്ചാൾ കഴിയുമ്പോഴത്തേക്കും നമ്മുടെ പ്രൈവസിയിലേക്ക് ഇങ്ങനെ കടന്നു കഴിയുമ്പോൾ നമ്മൾ സ്ഥിരമായിട്ട് നമ്മൾ റിയാക്ട് ചെയ്തു പോകും. വിഷയത്തിലും തൻ്റെതായ നിലപാട് സ്വീകരിക്കുന്ന ഒരാൾ. പകൽ എന്ന മലയാള ചിത്രത്തിലൂടെയാണ് ഇദ്ദേഹം ആദ്യമായി സംവിധാന രംഗത്ത് വരുന്നത്. പറയാനേറെയുള്ളപ്പോൾ അറിയാനേറെ ഇമ്പം. മൈൽ സ്റ്റോൺ മേക്കേഴ്സ് പ്രസൻസ് അങ്ങനെ പറയിൽ ഇന്ന് എൻ്റെ കൂടെ ഇരിക്കുന്ന ഗസ്റ്റ് ഒരു ആക്ടറാണ്, ഒരു പ്രൊഡ്യൂസറാണ്, അതുപോലെ തന്നെ ഒരു ഡയറക്ടറാണ്. MA നിഷാദ്. ഇക്ക വെൽക്കം. ഇക്കാന്ന് വിളിക്കണോ സാർന്ന് വിളിച്ചതാണ്? കംഫർട്ടബിൾ ഏതാ? കുറച്ചൊക്കെ ഞാൻ ഈ പകൽ എന്ന് പറയുന്ന സിനിമ ആദ്യം പറയുന്നതിന് ഒരു റീസൺ ഉണ്ട്. കാരണം 24-ാം വയസ്സിൽ ഒരാള് ഒരു സിനിമ ഡയറക്റ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ അതൊരു ചെറിയ കാര്യമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. എന്തിട്ട് 25-ാമത്തെ വയസ്സിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നു, ഡയറക്റ്റ് ചെയ്യുമ്പോൾ 14 വയസ്സായി. ആണോ? പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ് ഒരാൾ മാത്രം എന്ന് പറഞ്ഞ സിനിമ. ഓക്കെ. അപ്പൊ പകല് 2006 അല്ലേ? അപ്പം ആ സമയത്ത് ഒരു 30s അത് ചെയ്തത്. അപ്പൊ ഈ 20s ആദ്യമായി ഫിലിം ഇൻഡസ്ട്രിയിലേക്ക് ഒരാൾ വരുമ്പോ, ഇപ്പൊ 24th ഇയറിൽ ഒരു പടം പ്രൊഡ്യൂസ് ചെയ്യുന്നു, അതിനുശേഷം ഡയറക്റ്റ് ചെയ്യുന്നു, ടഫായിരുന്നു ആ ഒരു സമയത്ത് സാറിന്റെ സിറ്റുവേഷൻ? അങ്ങനെ പറയാൻ പറ്റത്തില്ല. എനിക്ക് ഭയങ്കര ഐ വാസ് ഓൾവേസ് പാഷനേറ്റ് ടു മൂവീസ്. അപ്പോൾ എഞ്ചിനീയറിംഗ് ഒക്കെ കഴിഞ്ഞു, ഒരു അപ്പാർട്ട്മെന്റ് ഒക്കെ പ്രൊമോട്ട് ചെയ്ത് കുറച്ച് കയ്യിൽ കാശൊക്കെ വന്നു. അപ്പോൾ ഒരു സിനിമ സംവിധായകനാവാൻ ആഗ്രഹിച്ചു. പക്ഷെ പല കാരണങ്ങൾ കൊണ്ടും അത് നടന്നില്ല. അസിസ്റ്റന്റ് ഡയറക്ടർ ആവാൻ വേണ്ടിയാണ് നോക്കിയത്. പിന്നീട് ഒരു പടം നിർമ്മിക്കാൻ തീരുമാനിച്ചു. അത് സത്യേട്ടനെ വെച്ച്, മമ്മൂക്ക നായകനായ സിനിമയായിരുന്നു. ശ്രീനിയേട്ടനും ലാലു ലക്സ് ഉൾപ്പെടെ ഒരുപാട് ആർട്ടിസ്റ്റുകൾ ആ സിനിമയിലുണ്ടായിരുന്നു. അതൊരു ലേണിംഗ് എക്സ്പീരിയൻസ് ആയിരുന്നു, ഒരാൾ മാത്രം എന്ന് പറഞ്ഞ സിനിമ. പിന്നീട് 2 സിനിമകൾ ചെയ്തു. ഡ്രീംസ് എന്ന് പറഞ്ഞ സിനിമ ചെയ്തു, പിന്നെ തില്ലാന എന്ന് പറഞ്ഞ സിനിമ ചെയ്തു. അതൊക്കെ ഓരോ ലേണിംഗ് എക്സ്പീരിയൻസ് തന്നെയാണ്. സിനിമ പഠിക്കാൻ വേണ്ടി തന്നെ നിർമ്മിച്ചു, പിന്നീട് വിതരണക്കാരനായി, പിന്നീട് സംവിധായകനായി. ഈ സിനിമ എന്ന് പറയുന്ന സംവിധാനത്തിലേക്ക് സാറിനെ ഒന്ന് ഹുക്ക് ചെയ്ത ഏതെങ്കിലും പഴയ സിനിമകളുണ്ടോ? ഇത് കണ്ടിട്ടാണ് എനിക്ക് സംവിധായകനാകണം എന്ന് തോന്നിയ ഒരു ഇൻസ്പിറേഷൻ? അത് പിന്നെ തീർച്ചയായിട്ടും എനിക്ക് എപ്പോഴും സംവിധായകനാകാൻ തന്നെയായിരുന്നു ആഗ്രഹം. ചെറുപ്രായത്തിൽ ആദ്യമായി പുനലൂരിലെ ഒരു തിയേറ്ററിൽ, തായലക്ഷ്മി തിയേറ്ററിൽ ഈ ആകാശം എന്ന് പറഞ്ഞ സിനിമ കണ്ടപ്പോൾ എൻ്റെ തൊട്ടടുത്ത് എന്നെ സിനിമ കാണിക്കാൻ പോയ എൻ്റെ അമ്മാവൻ, മദറിൻ്റെ ബ്രദർ, ഈസ് നോ മോർ നൗ. അദ്ദേഹം സിനിമാസ്വാദകൻ മാത്രമായിരുന്നില്ല, പ്രിയൻചേട്ടൻ്റെ, പ്രിയദർശൻ്റെ ഒക്കെ സതീർത്ഥനായിരുന്നു. അപ്പോൾ അദ്ദേഹമാണ് എൻ്റെ അടുത്ത് ഡയറക്ടർ ആരാന്ന് പറഞ്ഞു തരുന്നത്. അപ്പോൾ സംവിധായകൻ ആരാ എന്ന് മനസ്സിലാക്കുന്നത് അങ്ങനെയാണ്. അപ്പോൾ ഈസ് ദ ക്യാപ്റ്റൻ ഓഫ് ദ ഷിപ്പ്. ഇപ്പൊ സ്വാഭാവികമായിട്ടും ഇതൊക്കെ ഉണ്ടാക്കുന്ന ആളോട് ഉണ്ടാകുന്ന, ക്രിയേറ്ററിനോട് ഉണ്ടാകുന്ന ഒരു എന്താ പറയാ, ബഹുമാനം, സ്നേഹം
പിൽക്കാലത്ത് അതാവണം എന്ന് ആഗ്രഹിച്ചു. ബൈ ദ ഗ്രേസ് ഓഫ് ഓൾമൈറ്റി ഞാനായി. ഇപ്പൊ ഈ അടുത്ത് ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ സ്റ്റോറി ഒക്കെ കണ്ടു, ഒരു പടം അതിന്റെ ഷൂട്ടും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു ഏകദേശം അല്ലെ? അതിന്റെ പോസ്റ്റ് നിങ്ങൾ കുറെ സ്റ്റോറിയും, അപ്പൊ ശരിക്കും ഒരു പിക്നിക് വൈബാണ് നിങ്ങളെ സ്റ്റോറി ഒക്കെ കാണുമ്പോൾ. ഭയങ്കര എൻജോയ് ചെയ്തിട്ട് ഇപ്പൊ ഇത്രയും ക്രൂവിനെ സാറ് മാനേജ് ചെയ്ത് കൊണ്ടുപോകുന്നു. അല്ലെങ്കിൽ കുറെ ആക്ട്രസസ്, മലയാളത്തിൽ ഒത്തിരി നടികളായിട്ട് സാറ് വർക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. നമ്മൾ പറയുകയാണെങ്കിൽ നടന്മാരോടൊപ്പം, അതെ വലിയ വലിയ തിലകൻ സാറിനെ പോലെയുള്ള നടന്മാരൊക്കെ കൂടെ. അതാ ഞാൻ പറഞ്ഞേ, ഒരു ഹ്യൂജ് എന്താ മലയാള സിനിമയിലെ വലിയ വലിയ ആക്ടേഴ്സ് ആയിട്ട് സാറിന് വർക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അപ്പൊ ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്ന മൂവിയും അതിനെ റിലേറ്റ് ചെയ്ത്, ഐ മീൻ ഇത്രയും നല്ല ഒരു സ്റ്റാർ കാസ്റ്റ് വരുന്നത്, നിങ്ങളെ സ്റ്റോറി ഒക്കെ കാണുമ്പോൾ നിങ്ങൾ ഒരു പിക്നിക് വൈബിലാണ്. അപ്പൊ ആ പടത്തിന്റെ ഒരു വിശേഷം എന്തെങ്കിലും? അതായത് ഞാനിപ്പോ താങ്കൾ ചോദിച്ചതുപോലെ ഞാൻ നിർമ്മിച്ചതും സംവിധാനം ചെയ്തതുമായ സിനിമകൾ മധുസാർ മുതൽ ഇങ്ങേറ്റം ധ്യാൻ വരെ ഏകദേശം 162ഓളം താരങ്ങൾ അഭിനയിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ആക്ടിങ്ങിനെക്കാളും കൂടുതൽ ഡയറക്ഷനോട് കൂടുതൽ സ്നേഹമുണ്ട്. ഇപ്പോൾ ആക്ട് ചെയ്യുന്നതേ ഉള്ളൂ. സുഹൃത്തുക്കൾ ഓരോ സിനിമകൾക്ക് വിളിക്കുമ്പോൾ ഞാൻ ഡയറക്റ്റ് ചെയ്യുന്ന പടത്തിൽ ഞാൻ അഭിനയിച്ചിട്ടുണ്ട്. ഇപ്പോൾ ജൂലൈ 24 ലേക്ക് എന്ന് പറഞ്ഞ മൂവി ഞാൻ ഡയറക്റ്റ് ചെയ്ത മൂവി. അതിനകത്തൊരു ഒരു പിവറ്റൽ റോളിൽ ഞാനുണ്ട്. അത് മാൻ അനിമൽ കോൺഫ്ലിക്റ്റ് ആണ്. അത് തീർച്ചയായിട്ടും ഏറ്റവും ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു വിഷയമാണത്. ഷൈജു കുറുപ്പ്, അജു വർഗീസ്, അനുമോൾ, മഞ്ജു പിള്ള, പ്രശാന്ത് അലക്സാണ്ടർ, അങ്ങനെ ഒരുപാട് ആർട്ടിസ്റ്റുകൾ, ടി ജി രവിചേട്ടൻ, പുതിയതായിട്ടുള്ള ഒരുപാട് താരങ്ങൾ, എൻ്റെ പ്രവാസികളായ സുഹൃത്തുക്കൾ, ബിജു കാസിം, ഫെറോസ് അബ്ദുള്ള, നീത മനോജ്, അങ്ങനെ ഒരുപാട് പേര്, ഷീജ ഒക്കെ പാടി, അങ്ങനെ ഒത്തിരി പുതിയ ആളുകളെ ഞാൻ അതിനകത്ത് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. ഇപ്പോ താങ്കൾ ഇപ്പൊ കണ്ട സ്റ്റോറി ഒരുപക്ഷെ ഞാൻ അഭിനയിക്കുന്ന സിനിമയാണ്. അത് സാദത്ത് സൈനുദ്ദീൻ, അദ്ദേഹം സിനിമാറ്റോഗ്രാഫറാണ്. 16 സിനിമകൾ അദ്ദേഹം ചെയ്തിട്ടുണ്ട്. മമ്മൂക്കാടെ സ്ട്രീറ്റ് ലൈറ്റ്സ്, എൻ്റെ നഗരം ഉൾപ്പെടെ ഒരുപാട് സിനിമകളിൽ ക്യാമറ ചലിപ്പിച്ചിട്ടുണ്ട്. ശ്യാംദത്തിന്റെ ബ്രദറാണ് അദ്ദേഹം. ഉത്തമ വില്ലിൻ്റെ ഒക്കെ കമലഹാസൻ സാറിന്റെ പടത്തിന്റെ കോപ്പറേറ്റിംഗ് ക്യാമറമാനാണ് അദ്ദേഹം. ആദ്യമായി സംവിധാനം ചെയ്യുന്ന സിനിമയാണ്, ഇപ്പൊ അതിന്റെ പേരിട്ടിട്ടില്ല, അതിലൊരു പ്രധാന വേഷം ഞാൻ ചെയ്യുന്നുണ്ട്. ഞാൻ ആദ്യം ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞായിരുന്നു, സാറിന്റെ നിലപാടുകളിൽ ഭയങ്കര അധികം ഉറച്ചു നിൽക്കുന്ന ഒരാളാണ്. എല്ലാം ഭയങ്കര ഓപ്പൺ ആയിട്ട് പറയും, അങ്ങനെ മറയൊന്നുമില്ല, അല്ലെങ്കിൽ ഉള്ളിൽ വേറെ വെച്ചിട്ട് എനിക്ക് അങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ട്. എല്ലാം തുറന്നടിച്ച പോലെ പറയും. അപ്പൊ ഈ ഒരു ഹോൾ പല എന്താ സിനിമ താരങ്ങളായിട്ട് സാറ് വർക്ക് ചെയ്തിട്ടുണ്ടല്ലോ, അപ്പൊ അതിനെ റിലേറ്റ് ചെയ്തിട്ട് ഞാൻ ഇപ്പോ കറന്റ്ലി നമ്മൾ ഈ സിനിമാ രംഗത്ത് തന്നെ എല്ലാവരും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമായിട്ട് കണക്ട് ചെയ്ത് ചോദിക്കുകയാണെങ്കിൽ, അമ്മ അസോസിയേഷനിൽ നടക്കുന്ന ഒരു ഇഷ്യൂ. സാർ ഇത്രയും വലിയ കാസ്റ്റിന്റെ കൂടെ വർക്ക് ചെയ്ത് എക്സ്പീരിയൻസ് വെച്ചിട്ട് ശരിക്കും ഈ അമ്മ അസോസിയേഷനിൽ നടക്കുന്ന ഇഷ്യൂ ഒരു വാലിഡ് ഇഷ്യൂ ആയിട്ട് തോന്നുന്നു? അതായത് ഈ സോഷ്യൽ മീഡിയ അതിനെ ഭയങ്കരമായിട്ട് ഏറ്റെടുത്ത് അത് ചർച്ച ചെയ്യപ്പെടുന്നു, അല്ലെങ്കിൽ അത് അതിന്റെ ഉള്ളിൽ ഒതുങ്ങേണ്ട ഒരു ഇഷ്യൂ ആയിട്ട് സാറിന് ഫീൽ ചെയ്തിട്ടുണ്ടോ എപ്പോഴെങ്കിലും? ഇത് പരിണിതപ്രജ്ഞരായ പ്രതിഭാധനരായിട്ടുള്ള ഒരുപാട് നടന്മാരും നടിമാരും അല്ലെങ്കിൽ കലാകാരന്മാര് രൂപം കൊടുത്ത ഒരു സംഘടനയാണ് അമ്മ എന്ന്. മരണപ്പെട്ടു പോയ നമ്മുടെ പ്രിയങ്കരനായ മുരളിച്ചേട്ടനാണ് അതിന് അമ്മ എന്ന് പേരിട്ടത്. മൗസാർ ഉൾപ്പെടെ, സോമേട്ടൻ ഉൾപ്പെടെ, ഇന്നസെന്റ് ഏട്ടൻ, മമ്മൂക്ക, ലാലേട്ടൻ, അങ്ങനെ ഒരുപാട് പ്രതിഭാധനരായിട്ടുള്ള ആളുകൾ നയിച്ച ഒരു സംഘടനയാണ്. അത് ചാരിറ്റി സംഘടനയാണ്. അത് സ്വാഭാവികമായിട്ടും ഏകദേശം 500ഓളം പിന്നെ മെമ്പർമാരുണ്ട്. ഞാൻ അമ്മ മെമ്പറല്ല. 19 സിനിമകൾ ഞാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും ഞാൻ അമ്മ മെമ്പറല്ല. അങ്ങനെ എനിക്ക് തോന്നി. ഞാനിപ്പോ കൊടുത്തിട്ടുണ്ട് ആപ്ലിക്കേഷൻ, അക്സെപ്റ്റ് ചെയ്യുമെന്ന് എനിക്കറിയില്ല. അത് എൻ്റെ അടുത്ത് കാലാകാലങ്ങളായി സുധീറും കൈലാഷും ഒക്കെ പറഞ്ഞതുകൊണ്ട്, അവർ നിർബന്ധിച്ചുകൊണ്ട് ഞാനൊരു ആപ്ലിക്കേഷൻ കൊടുത്തതേ ഉള്ളൂ. അത് കിട്ടിയിട്ടല്ല. ഞാൻ ഫെഫ്കയിലും പ്രൊഡ്യൂസർ അസോസിയേഷനിലും ചേംബറിലും മെമ്പറാണ്. അപ്പൊ അമ്മ എന്ന് പറയുന്ന സംഘടനയിലെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വിഷയം, അതിലെത്ര പേർക്ക് വർക്കുണ്ട്, എത്രയോ പിന്നെ മുതിർന്ന കലാകാരന്മാരും കലാകാരികളുമുണ്ട്. ഒരുപാട് നല്ല കാര്യങ്ങൾ ആ സംഘടന ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു ഗോൾഡൻ ഈറ ഇന്നസെന്റ് ഏട്ടനും ഇടവേള ബാബുവും നയിച്ചപ്പോഴാണ് എന്ന് പറയാൻ എനിക്ക് യാതൊരു മടിയില്ല. അതൊരു വസ്തുത തന്നെയാണ്. അപ്പം ഇടവേള ബാബു നിസ്വാർത്ഥമായി ആ ഒരു സംഘടനയെ കൊണ്ടുപോയി എന്നുള്ള സത്യമാണ്. 25 വർഷത്തോളം അദ്ദേഹം എത്രയോ പേർക്ക് കൈനീട്ടം കൊടുക്കുന്നു, എത്രയോ പേർക്ക് മരുന്ന് കൊടുക്കുന്നു, ഇൻഷുറൻസ് അങ്ങനെ അമ്മ എന്ന് പറഞ്ഞ സംഘടന ഒരുപാട് അതിൻ്റെ മെമ്പർമാർക്ക് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെന്നുള്ള വസ്തുത തന്നെയാണ്. അപ്പോൾ ആ തലപ്പത്ത് സ്ത്രീകൾ വരണമെന്ന് ആഗ്രഹിച്ച വ്യക്തികളിൽ ഒരാൾ ഞാനുമാണ്. ഞാൻ ഒരുപാട് അവരെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. സ്ത്രീകൾ വന്നു. പക്ഷെ അതിൻ്റെ അകത്ത് കുറച്ച് അബ്സ്ട്രാക്റ്റുകളും
വളരെ പിന്നെ മീനായിട്ട് ചിന്തിക്കുന്ന ആളുകളുമൊക്കെ കടന്നുകൂടിയിട്ടുണ്ട്. അത് ആ സംഘടനയിലെ ആളുകൾ തന്നെ ഇലക്ട് ചെയ്ത് ജയിപ്പിച്ചവരാണ്. പുറത്തുനിന്ന് നോക്കുമ്പോൾ എനിക്ക് കുറ്റം പറയാൻ പറ്റത്തില്ല. കാര്യം അത്രയും ആളുകളുടെ ഇടയിൽ നിന്ന് ജയിപ്പിച്ച ആളുകൾ കാണിക്കുന്ന ഓരോ മോശപ്പെട്ട പ്രവണതയും അത് ജനങ്ങളിലേക്ക് എത്തുന്നു. കാരണം ഇവരൊക്കെ സെലിബ്രിറ്റീസ് ആണല്ലോ. സോറി, ഈ സാധാരണ ജനങ്ങൾ എന്ത് കാണിക്കുന്ന പോലെ അല്ല ഈ സെലിബ്രിറ്റീസ് ചെയ്യുമ്പോഴത്തേക്കിനും അവര് പബ്ലിക് ഓഡിറ്റ് ചെയ്യപ്പെടുകയാണ്, എല്ലാം ജഡ്ജ് ചെയ്യപ്പെടുന്നു. മീഡിയ ഇങ്ങനെ നിങ്ങൾ ഉൾപ്പെടെയുള്ള മീഡിയ പുറകിലാണ്. സ്വാഭാവികമായിട്ടും നിങ്ങൾക്കൊക്കെ വേണ്ടത് വാർത്തകളാണ്. ആ വാർത്തകൾ ഏറ്റവും കൂടുതൽ ആളുകൾ ശ്രദ്ധിക്കുന്നത് ഇത്തരം കാര്യങ്ങളിലാണ്. അതിന് കുറച്ചും കൂടി ഒരു പിന്നെ ഒന്നുകൂടി സ്വയം വിമർശനം, സെൽഫ് ക്രിറ്റിസിസം അവർക്ക് ആവശ്യമുണ്ട്. ഇപ്പൊ അൻസിബയുടെ വിഷയമാണെങ്കിൽ ഞാൻ അൻസിബയുടെ കൂടെയാണ്. തീർച്ചയായിട്ടും ഈ താങ്കൾ സൂചിപ്പിച്ചു വരുന്ന നിലപാടുകളിൽ നിൽക്കുന്ന ആളുകളോട് എനിക്ക് റെസ്പെക്ട് തന്നെയാണ്. അതിൻ്റെ അകത്ത് ചില ആളുകൾ കാണിക്കുന്ന ഇതുപോലെയുള്ള പ്രവണതകൾ ഒട്ടും നമുക്ക് അംഗീകരിക്കാൻ പറ്റുന്നതല്ല. ഞാൻ അതിനകത്തൊരു മെമ്പർ ആവുകയോ അല്ലെങ്കിൽ മെമ്പർ അല്ലാതിരിക്കുകയോ ഉള്ളതല്ല വിഷയം. പുറത്തുനിന്ന് നോക്കുന്ന ആ ഫെറ്റേണിറ്റിയിലുള്ള ഒരാളെന്ന നിലയിൽ പൊതുസമൂഹത്തിൻ്റെ മുമ്പിൽ ഒരു സംഘടന ഇളിഭ്യരാവുന്നുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിലുള്ള ആളുകളെ നമ്മൾ പുറത്തു കൊണ്ടുവരിക തന്നെ വേണം. ഒരു രണ്ട് ആർട്ടിസ്റ്റുകൾ തമ്മിൽ ഉള്ള ഇഷ്യൂവിൽ, പ്രത്യേകിച്ച് സ്ത്രീകളുടെ കാര്യം ഞാൻ പറയുന്നത്, നമ്മളിപ്പം സ്ത്രീ ശാക്തീകരണത്തിൻ്റെ കാലമാണല്ലോ. അവർക്ക് അവകാശം കൊടുത്തു, അവരതിനകത്ത് കയറി ഒരു ആർട്ടിസ്റ്റ് മറ്റൊരു ആർട്ടിസ്റ്റിനെ വിളിക്കുന്ന ഭാഷ, അവരെ അഭിസംബോധന ചെയ്ത ഭാഷ ഇവിടെ എല്ലാവരും കണ്ടതല്ലേ. അത്തരം ആളുകളൊക്കെ ആ ഒരു പദവിയിൽ കയറി ഇരിക്കണമോ എന്നുള്ളത് അതിൻ്റെ അംഗങ്ങളാണ് ചിന്തിക്കേണ്ടത്. മനസ്സിലായില്ലേ? ഒരു നിലപാട് ഒരാൾ പറഞ്ഞാൽ അവരെ ജാതീയമായി ആക്ഷേപിക്കുക, അവരെ ജിഹാദിയാക്കുക, പുതിയ പദമാണല്ലോ. സോ അതൊക്കെ ശരിയായ ഒരു നടപടിയാണോ? അതിനെതിരെ ശക്തമായ നിലപാടുകൾ വേണം. പൊതുസമൂഹം ഉണർന്ന് പ്രവർത്തിക്കണം. ഇപ്പൊ ഈ പറയുന്ന ഇഷ്യൂല് കുറെ ആൾക്കാർ സോഷ്യൽ മീഡിയയിൽ പറഞ്ഞ് ഞാൻ കേട്ടിരുന്നു, മെഗാസ്റ്റാറുകളായ മമ്മൂക്ക, ലാലേട്ടൻ ഇവരെ പോലുള്ളവർ കുറച്ചും കൂടെ സംഘടനയിൽ ആക്റ്റീവായിട്ട് പ്രവർത്തിക്കണം, അവരൊക്കെ തലപ്പത്ത് വന്നാൽ ചിലപ്പോൾ ഇതൊക്കെ കൺട്രോൾ ചെയ്യാൻ പറ്റും. സീനിയർ ആയിട്ടുള്ള, അപ്പോൾ മമ്മൂക്ക ലാലേട്ടൻ അല്ലാതെയും നമുക്ക് സീനിയർ ആയിട്ട് ഒത്തിരി ആർട്ടിസ്റ്റുകൾ ഉണ്ട്. അപ്പൊ അവരെല്ലാം കുറച്ചും കൂടെ വന്ന് ഇതെല്ലാം കൺട്രോൾ ചെയ്യാൻ പറ്റും എന്ന് കമന്റ്സ് വരുന്നുണ്ട്. അത് ശരിക്കും പ്രാക്ടിക്കലി അവര് ഇതിൽ ഇടപെടാത്തത് ഇങ്ങനെ സാർ മെൻഷൻ ചെയ്ത പോലത്തെ പ്രശ്നങ്ങൾ ഇതിന്റെ ഉള്ളിലുണ്ട് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെയാണോ അവർ ഒരു സൈലൻസ്? ഈ രണ്ടു പേരും മലയാള സിനിമയെ താങ്ങി നിർത്തുന്ന തൂണുകളാണ്. അതെ. അവർക്ക് സത്യം പറഞ്ഞ ഈ സംഘടന ഒന്നും വേണ്ട. പക്ഷെ എന്തുകൊണ്ടാണ് അവർ ആ സംഘടനയിൽ ഇപ്പോഴും ആക്റ്റീവായിട്ട് നിൽക്കുന്നത്? ആ മനുഷ്യരെ കണ്ടുകൊണ്ടാണ് ആ സംഘടന മുന്നോട്ട് പോകുന്നത്. ഈ രണ്ട് വ്യക്തികളെ കണ്ടുകൊണ്ടാണ് സ്പോൺസേഴ്സ് വരുന്നത്. അല്ലാതെ ഇവരെ ആരെങ്കിലും ഈ തെറി പറയുന്നതും വിടുവായത്തരം പറയുന്നതിനെ കണ്ടുകൊണ്ടൊന്നും അല്ലല്ലോ സ്പോൺസേഴ്സ് വരുന്നത്. മമ്മൂക്കായും ലാലേട്ടനും ഉണ്ട്, അവരുണ്ടാവും. അതുപോലെ ഉള്ള ചെറുപ്പക്കാരായ ഇപ്പോഴത്തെ ഹോട്ട് കേക്ക്സ് ആയിട്ടുള്ള പയ്യന്മാരും എല്ലാവരും ഉണ്ട്. അതുകൊണ്ടാണല്ലോ. അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യട്ടെ, ഈ രണ്ടുപേരെ മാത്രം നിർത്തിയിട്ട് ഇവര് ഫ്ലക്സ് അടിക്കട്ടെ, അമ്മ മുന്നോട്ട് പോകുമോ? പോകത്തില്ല. ആ റിയാലിറ്റി മനസ്സിലാക്കണം. അപ്പൊ അവരും കൂടി ഇല്ലെങ്കിൽ 135 പേർക്കാണ് മരുന്ന് കൊടുക്കുന്നത്, അതിനകത്തുള്ള എല്ലാ മാസവും മെഡിസിൻസ് കൊടുക്കുന്നത്. ഇതൊക്കെ ഈ ആളുകൾക്ക്, ഇവർക്ക് വേണ്ടി, ഈ പറയുന്ന 135 പേർക്ക് അല്ലെങ്കിൽ കൈനീട്ടം മേടിക്കുന്നവർക്ക് വേണ്ടിയാണ് ഈ രണ്ട് വ്യക്തികളും ഈ സംഘടനയെ നെഞ്ചോട് ചേർത്ത് കൊണ്ടുപോകുന്നതാണ് ഞാൻ വിശ്വസിക്കുന്നത്. അവരുടെ വലിയ മനസ്സിന്റെ, അവർ രണ്ടുപേരും വലിയ മനസ്സിന്റെ ഉടമയാണ്. ലാലേട്ടനായിരുന്നല്ലോ പ്രസിഡന്റ്. എന്തുകൊണ്ട് ലാലേട്ടൻ രാജിവെച്ചു? അതാണ് ഞാൻ ചോദിച്ചതും. രാജിവെച്ചു. അപ്പൊ സ്വാഭാവികമായിട്ടും നോക്കൂ, നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ സംഘടനയ്ക്കകത്ത് അനാവശ്യ രാഷ്ട്രീയം വേണ്ട. ഈ സംഘടനയ്ക്കകത്ത് നെപ്പോട്ടിസം വേണ്ട. അത് ഏത് സംഘടനയിലും പാടില്ല എന്നൊരു അഭിപ്രായം. കലാകാരന്മാരുടെ സംഘടനയിൽ നെപ്പോട്ടിസം വേണ്ട. കൂടുതൽ സെക്യുലറായിട്ട് കുറച്ചുകൂടി വിശാലമായി ചിന്തിക്കണം. ജാതീയ ചിന്തകളൊന്നും പാടില്ല. ഉണ്ടെന്ന് ഞാൻ പറയുന്നില്ല, 1 or 2 പേര്. സോ നമ്മൾ മാങ്ങ കണ്ടു, ഇമാം പസന്തുണ്ട്, മൽഗോവയുണ്ട്, നീലം മാങ്ങയുണ്ട്, ഇതെല്ലാം ഭയങ്കര രുചികളുമാണ്. ഒരു മാങ്ങ കൂട്ടത്തിൻ്റെ അടുത്ത് 2 പേട് വന്നാൽ മതി, അത് മുഴുവൻ നശിക്കും. ഇല്ലേ? ചെയ്യില്ലേ? അപ്പൊ ആ ചെയ്യാൻ നിൽക്കുന്നവരെയൊക്കെ എടുത്ത് കളയുക എന്നുള്ളതാണ് ആ സംഘടന ചെയ്യേണ്ടതാണ് എൻ്റെ അഭിപ്രായം.
അങ്ങനെ ഇപ്പൊ നമ്മളിപ്പോ ഈ പറയുന്ന പോലെ അവര് പറയുന്ന ഇപ്പൊ ഒരാൾ വന്നിട്ട് പറയുന്നു ഈ സംഘടന ഇപ്പൊ ഒരു ചാരിറ്റബിൾ അസോസിയേഷൻ ആണെന്ന് അവര് ഭാരവാഹികൾ തന്നെ പറയുന്നുണ്ട്. പക്ഷെ അതില് ഒരാൾ പറയുന്നു അതിൽ മതം കൊണ്ടുവരരുത് എന്ന് പറയുന്നു. മതത്തിൻ്റെതായ ഒരു ഡൊണേഷൻസും കാര്യങ്ങളും ഇവർ അക്സെപ്റ്റ് ചെയ്യരുത്. വേറൊരു സൈഡിൽ ഇപ്പൊ ഇന്ന് രാവിലെയും ഒരു സീനിയർ ആയിട്ടുള്ള ഒരു ആക്ട്രസ് പറഞ്ഞു, ഏത് മതത്തിൽ നിന്നായാലും ഇതൊരു ചാരിറ്റബിൾ അസോസിയേഷൻ അല്ലേ. നമ്മള് മല്ലിക മാം ഇന്നലെയാണ് ഇന്നാണ് അത് വീഡിയോ വന്നത്. ഒരു ഇതിൽ പറയുന്നുണ്ടായിരുന്നു, അതായത് ഏത് ചാരിറ്റബിൾ അസോസിയേഷൻ ആയതുകൊണ്ട് ഏത് മതത്തിൽ നിന്നും ഫണ്ട് വന്നാലും നമ്മളത് അക്സെപ്റ്റ് ചെയ്യുന്നത് കൊണ്ട് എന്താണ് തെറ്റ്, അല്ലെങ്കിൽ അത് നമുക്ക് അക്സെപ്റ്റ് ചെയ്യാം എന്നുള്ള. അപ്പൊ ഇതൊരു ഓഡിയൻസിനെ തന്നെ കൺഫ്യൂസ് ചെയ്യുന്ന രീതിയിൽ ഒരു മൈൻഡ് ഗെയിം. ഒരാൾ പറയുന്നു മതം കൊണ്ടുവരരുത് അസോസിയേഷനിൽ, അതിന്റെ ഓപ്പോസിറ്റ് കുറെ ആൾക്കാർ പറയുന്നു മതം വന്നാലും എല്ലാ മതത്തിൽ നിന്നും നമുക്ക് ഫണ്ട് അക്സെപ്റ്റ് ചെയ്തുകൂടെ. അപ്പൊ ഈ മതം ശരിക്കും ഈ പറയുന്ന പോലെ നമ്മൾ അസോസിയേഷനിൽ ഒരു ടോപ്പിക് ആകുന്നത് എന്തുകൊണ്ടാണ്? നമ്മൾ എവിടെ നിന്നാണെങ്കിലും ആക്കിയത് ഒരു ക്ഷേത്ര ഭാരവാഹി ഒരു ഡൊണേഷൻ കൊടുക്കുന്നു അല്ലെങ്കിൽ ഒരു പരസ്യം കൊടുക്കുന്നു എന്നുള്ളത് അതിന്റെ ഒരു ജനറൽ ബോഡിയിലോ അല്ലെങ്കിൽ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയോ വിളിച്ചിട്ട് അപ്പൊ അതിൻ്റെ അകത്ത് അഭിപ്രായം പറയുന്നവർക്ക് അഭിപ്രായം പറയാം. അത് ശരിയല്ല, ഒരു മതത്തിന്റെ വേണ്ട എന്ന് വളരെ സെക്യുലറായിട്ട് ചിന്തിക്കുന്ന ഒരാൾ പറഞ്ഞാൽ അയാളുടെ പേര് വെച്ച് അയാളെ തീവ്രവാദിയാക്കുന്നത് ശരിയാണോ? അല്ലല്ലോ. അപ്പം ശ്രീമതി മല്ലിക സുകുമാരൻ എനിക്ക് ഒരുപാട് റെസ്പെക്റ്റ് ഉള്ള വ്യക്തിയാണ്. സുഖേട്ടനെ ഞാൻ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്. എൻ്റെ ആദ്യത്തെ പടത്തിലെ നായകൻ പൃഥ്വിരാജ്. അങ്ങനെയൊക്കെയുള്ള ഇതുണ്ടെങ്കിലും പറയുന്ന എല്ലാ കാര്യങ്ങളെയും അംഗീകരിക്കാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. കാരണം മറ്റൊന്നുമല്ല, അതിൻ്റെ അകത്ത് ഒരു അറിഞ്ഞോ അറിയാതെയോ ഒരു ഭാഗമാകാതിരിക്കുന്നതാണ് മല്ലിക ചേച്ചിക്ക് നല്ലത്. കാരണം മറ്റൊന്നുമല്ല, അവരൊരു റെസ്പെക്ട്ഫുൾ പേഴ്സണാണ്. ഞാൻ ഒരുപാട് ബഹുമാനിക്കുന്ന ഒരു വ്യക്തിയാണ്. അവരെ ഞാൻ വിമർശിക്കാൻ ആളല്ല, ഞാൻ വിമർശിക്കത്തുമില്ല. കാര്യം എനിക്ക് അതുപോലെ ഒരു മാതൃതുല്യമായ സ്നേഹമുണ്ട്. ഞാൻ പകൽ എന്ന് പറഞ്ഞ സിനിമ ഞാൻ സംവിധായകനാവാൻ കാരണം എം ജി രാധാകൃഷ്ണൻ ചേട്ടനാണ്. അത് മറന്നുകൊണ്ട് ഒരു കാര്യം എൻ്റെ ജീവിതത്തിൽ ഞാൻ ചെയ്തില്ല. എം ജി രാധാകൃഷ്ണൻ മല്ലിക ചേച്ചിയെ വിളിക്കുകയും അതിനു മുമ്പ് പൃഥ്വിരാജിനെ ഞാൻ പരിചയപ്പെടുന്ന ബാബു ജനാർദ്ദൻ വഴിയാണ്. ബാബുജൻ്റെ അടുത്ത സുഹൃത്താണ്, സ്ക്രിപ്റ്റ് റൈറ്ററാണ്. അപ്പം ഇവർ 3 പേരും കാരണമാണ് ഞാനൊരു സംവിധായകനാണ്. അതുകൊണ്ട് പിന്നെ പലപ്പോഴും ഞാൻ എന്നെ ഹെൽപ്പ് ചെയ്ത എന്നെ സഹായിച്ചവരെ വിമർശിക്കാതിരിക്കാൻ ഞാൻ ഒരുപാട് നോക്കാറുണ്ട്. പക്ഷേ സമൂഹത്തിന് തെറ്റായ സന്ദേശം ആര് കൊടുത്താലും അത് ശരിയല്ല എന്ന് പറയാനുള്ള ചങ്കൂറ്റമുണ്ട്. അപ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ ചേച്ചിയെ ഞാൻ എൻ്റെ വിത്ത് ഓൾ റെസ്പെക്റ്റ് ഇത്തരം കാര്യങ്ങളിൽ അഭിപ്രായം പറയുമ്പോൾ 2 വട്ടം ആലോചിക്കേണ്ടതായിട്ടുണ്ട്. കാരണം കേരളത്തിലെ പൊതുസമൂഹം എന്താണ് എങ്ങനെയാണ് ചിന്തിക്കുന്നത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. ഞാൻ സിനിമയിൽ നിന്ന് മാറി രാഷ്ട്രീയത്തിലേക്ക് വന്നാൽ ഞാനൊരു പൊളിറ്റീഷ്യനും കൂടിയാണ്. പക്ഷേ രാഷ്ട്രീയത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ പൊതുസമൂഹത്തിൽ വർഗീയത ആര് പറഞ്ഞിട്ടുണ്ടോ അവരെ മാറ്റി നിർത്തിയ ഒരു തിരഞ്ഞെടുപ്പ് ഫലമാണ് ഇവിടെ വന്നത്. കേരളം അതാണ്. കേരളം എന്ന് പറഞ്ഞാൽ അതാണ്. നമ്മൾ എന്തുകൊണ്ട് വ്യത്യസ്തരായിരിക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു തെളിവാണ്. കേരള സമൂഹത്തിൽ നിരന്തരമായി വർഗീയത ആരൊക്കെ പറഞ്ഞിട്ടുണ്ടോ അവരെയൊക്കെ തൃണവൽക്കരിച്ചുകൊണ്ട് അകറ്റി നിർത്തിക്കൊണ്ടാണ് കേരളം മുന്നോട്ട് പോയി. കലാകാരന്മാരുടെ സംഘടനയിൽ അത് വേണ്ട. കലാകാരന്മാരുടെ സംഘടനയും കൂടി അങ്ങനെ വന്നാൽ നമ്മുടെ സമൂഹം ഭയങ്കരമായി പുറകോട്ട് പോകും. അത് വരാനുള്ള അവസരം ഉണ്ടാക്കരുത്. നോർത്ത് ഇന്ത്യയിൽ ചില വർഗീയ ശക്തികൾ ഈ പറയുന്ന താരങ്ങളുടെ ഇടയിലും സംഘടനകളിലും പിടിമുറുക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ മറ്റൊരു വേർഷൻ ആയിട്ട് കേരളത്തിൽ അങ്ങനെ വരരുത്. അപ്പൊ നമ്മളെ ഭാരവാഹികളുടെ സ്ഥാനത്ത് നേരത്തെ തന്നെ സാർ മെൻഷൻ ചെയ്തു സ്ത്രീകൾ വന്നതിനോട് സാറിന് ഭയങ്കര യോജിപ്പുണ്ട് എന്ന് പറഞ്ഞു. പക്ഷേ പുരുഷന്മാര് ഭരിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഉണ്ടായിരുന്ന ഒരു ഒരു അച്ചടക്കം അല്ലെങ്കിൽ ആ ഒരു യൂണിറ്റി ഇപ്പൊ ഇല്ല എന്നുള്ള രീതിയിലും സോഷ്യൽ മീഡിയയിൽ ഭയങ്കരമായിട്ട് പറയുന്നുണ്ട്. അല്ലെങ്കിൽ അമ്മ പറയുന്നത് കേൾക്കാൻ സോഷ്യൽ മീഡിയ ഭയങ്കര നിരസിക്കുന്ന പോലെ, ഞങ്ങൾക്ക് കേൾക്കണ്ട, ഈ ഭാരവാഹികൾ ശരിയല്ല എന്ന് അടച്ചു പറയുന്നുണ്ട്. ശരിക്കും സ്ത്രീകൾ വന്നത് അല്ലെങ്കിൽ സ്ത്രീകളെ കൊണ്ട് ഇതിങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല, അല്ലെങ്കിൽ ഈ പ്രശ്നങ്ങൾ തുടരും എന്ന് സാറിന് തോന്നുന്നുണ്ടോ?
അങ്ങനെ സ്ത്രീകളെ അടച്ചാക്ഷേപിക്കുന്നതിൽ എനിക്ക് അഭിപ്രായമില്ല. ഉം. ഇന്ദിരാഗാന്ധി അതെ അതെ പ്രധാനമന്ത്രിയായിരുന്ന അതെ അതെ അതെ. രാജ്യമാണിത്. ജയലളിതയും മമതാ ബാനർജിയും ഒക്കെ പിന്നെ സംസ്ഥാനങ്ങൾ ഭരിച്ചിരുന്ന രാജ്യമാണ്. ഉം. അപ്പം അതുകൊണ്ട് അങ്ങനെ സ്ത്രീകളെ ഒരു സമൂഹത്തിൻ്റെ ചാലകശക്തികൾ സ്ത്രീകൾ തന്നെയാണ്. ഉം. പിന്നെ അവർ തന്നെ ആലോചിക്കണമായിരുന്നു ഉം. ഇത്തരം ഉം. പ്രവണതകളിലേക്കൊക്കെ വരേണ്ട അതിനുള്ള വഴി ഒരുക്കിയത് എന്താണെന്നുള്ള അവർ മനസ്സിലാക്കണം. ആ തെറ്റുകൾ തിരുത്തട്ടെ. പക്ഷേ ഇതൊക്കെ തീരുമാനിക്കുന്ന ജനറൽ ബോഡിയാണ്. ഉം. അവരുടെ ജനറൽ ബോഡിയാണ്, അമ്മയുടെ ജനറൽ ബോഡിയാണ്. ഉം. ആ ഭൂരിഭാഗം അംഗങ്ങൾ എന്ത് തീരുമാനം എടുക്കുന്നോ ഉം. ഉം. അതായിരിക്കും അമ്മയുടെ ഫൈനൽ. ഉം. അപ്പം അതിലൊരു അഭിപ്രായം പറയാൻ ഞാൻ ആളല്ല. നമ്മൾ ഈ സോഷ്യൽ മീഡിയയിലെ കാര്യങ്ങൾ പറഞ്ഞു ഇതിനെ മെൻഷൻ ചെയ്ത് വന്നപ്പോഴേ നമ്മൾ എല്ലാവരുടെയും പ്രിയപ്പെട്ട ഒരു കലാകാരൻ സലീം സാറ് ഇപ്പോൾ അടുത്ത് നമ്മളെ വിട്ടു പോയി. ശരിക്കും നമുക്കതൊരു വിശ്വസിക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. എനിക്ക് ഭയങ്കര ഷോക്കിംഗ് ആയിരുന്നു ആ ന്യൂസ്. സാർ പോയിരുന്നു. അപ്പം പറവൂര് പോയിരുന്നു. പോയിരുന്നു. അപ്പൊ ആ സമയത്തെ ഈ പറഞ്ഞ പോലെ ഈ സോഷ്യൽ മീഡിയയിലെ ആൾക്കാര് അതിനെ ഭയങ്കര മിസ്യൂസ് ചെയ്തപ്പം അദ്ദേഹത്തിന്റെ മകൻ ചന്തു ചേട്ടൻ ഭയങ്കര റേസ് ചെയ്ത ഒരു ഇഷ്യൂ ഉണ്ടായി. അപ്പൊ ഇവരിത് ഭയങ്കര കടന്നു കയറി ഒരു കാര്യത്തിന് എന്താ പറയാ സിവിക് സെൻസ് ഇല്ലാതെ പ്രവർത്തിക്കുക, അല്ലെങ്കിൽ ഒരു കാര്യത്തോടെ അപ്രോച്ച് ചെയ്യുന്നത്. അപ്പൊ കമന്റ്സിലാണെങ്കിലും നമ്മൾ കാണാറുണ്ടല്ലോ ആവശ്യമില്ലാത്ത കമന്റുകൾ പോസ്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഒരാളെ വിമർശിക്കുന്നതിലും നല്ല വിമർശനമുണ്ട് മോശ വിമർശനമുണ്ട്. പക്ഷെ വിമർശിക്കാൻ വേണ്ടി വിമർശിക്കുന്നതിന്റെ ഒരു റിഫ്ലക്ഷൻ ആണ് എനിക്ക് തോന്നി അന്ന് അവിടെ നടന്ന ഒരു സംഭവം. ഒരു മാനേഴ്സ് കീപ്പ് ചെയ്യാതെ, അല്ലെങ്കിൽ ആ ഭൗതിക ശരീരത്തോട് ഒരു റെസ്പെക്ട് കീപ്പ് ചെയ്യാത്ത രീതിയിൽ ആ ഒരു ഇൻസിഡന്റ് ചന്തു ചേട്ടൻ ഭയങ്കര വയലന്റ് ആയിട്ട് റിയാക്ട് ചെയ്യും. ഇപ്പൊ സോഷ്യൽ മീഡിയയുടെ ഈ ഒരു എന്താ പറയാ അപ്രോച്ച്, അല്ലെങ്കിൽ അതിനോട് സാറിന്റെ അഭിപ്രായം. ഇപ്പൊ സാറിനാണെങ്കിൽ വിമർശനങ്ങൾ വരാറുണ്ട്. എനിക്ക് ഏറ്റവും കൂടുതൽ വരുന്നത് വിമർശനങ്ങളാണ്. കൺസ്ട്രക്റ്റീവ് ക്രിറ്റിസിസത്തിനെ നമ്മൾ എപ്പോഴും സ്വാഗതം ചെയ്യണം. ഇപ്പോൾ ഈ ഇന്റർവ്യൂവിന്റെ കീഴിൽ എനിക്കെതിരെ വരാൻ പോകുന്നത് എന്താണെന്നതിനെ പറ്റി എനിക്ക് നല്ല ബോധ്യമുണ്ട്. അതുകൊണ്ട് എന്റെ വാ അടച്ചു വെക്കില്ല. ഞാൻ പറയാനുള്ള കാര്യം ഞാൻ ധൈര്യപൂർവ്വം പറയാം. കാര്യം ഒരുപാട് പറഞ്ഞ് നമ്മൾ നിലപാടുകളിൽ ഉറച്ചു നിന്നുകൊണ്ട് നമുക്ക് തെറ്റുപറ്റാം. ടു എർർ ഈസ് ഹ്യൂമൻ ആൻഡ് ടു ഫോർഗിവ് ഈസ് ഡിവൈൻ. അപ്പൊ സ്വാഭാവികമായിട്ടും നമുക്ക് തെറ്റുപറ്റാം. നമ്മൾ പറയുന്നത് ശരിയാണോന്നില്ല. എന്റെ മനസാക്ഷിക്ക് ശരിയാവുന്ന ഒരു കാര്യം ഞാൻ പറയുന്നു, ഹാജിറയുടെ മനസാക്ഷിക്ക് ശരിയുള്ള കാര്യം ഹാജിറ പറയുന്നു. അതിൽ ഡിഫറൻസ് ഓഫ് ഒപ്പീനിയൻ വരാം. തീർച്ചയായിട്ടും ആളുകൾക്ക് അതിനെ ഇപ്പൊ ഞാൻ ഈ പറയുന്ന മുഴുവൻ സത്യസന്ധമായി ഞാൻ പറയാൻ ശ്രമിക്കുന്നു. പക്ഷെ അതിനെ എതിർക്കുന്നവരുണ്ടാവാം. അതിനെ പല രീതിയിൽ എതിർക്കാം. ഏത് രീതിയിൽ ഞാനിപ്പോൾ പറയുന്നില്ല. ഇപ്പോഴത്തെ പുതിയ ട്രെൻഡുകൾ വെച്ച് വേണമെങ്കിലും ഏതൊക്കെ രീതിയിലൊക്കെ വേണമെങ്കിലും എതിർക്കാം. അത് എതിർക്കുന്നതിൽ തെറ്റില്ല. അതിൽ അഭിപ്രായ സ്വാതന്ത്ര്യം എല്ലാവർക്കും ഉണ്ടല്ലോ. നമ്മുടെ ഭരണഘടന അത് നമുക്ക് ഉറപ്പ് നൽകുന്ന ഒരു കാര്യമാണ്. പക്ഷെ സലീമിന്റെ ഒരു പടത്തിലേ അഭിനയിച്ചിട്ടുള്ളൂ, നഗരം എന്ന് പറഞ്ഞ പടത്തിൽ. വളരെ നല്ലൊരു സുഹൃത്താണ്. എന്നെ ഈ കഴിഞ്ഞ പടത്തിൽ ഞാൻ ലർക്ക് എന്ന് പറഞ്ഞ സിനിമ ഞാൻ ചെയ്ത്, ലർക്ക് എന്ന് പറഞ്ഞാൽ പതിയിരിക്കാന്ന് പറഞ്ഞു. അതിൽ ഞാനൊരു പ്രധാന വേഷത്തിലേക്ക് സലീമിനെ വിളിച്ചിരുന്നു. സലീം എൻ്റെ അടുത്ത് പറഞ്ഞ ഒറ്റ കാര്യമുള്ളൂ, നിങ്ങൾക്ക് ഞാൻ ബാധ്യതയാവും, എനിക്ക് നടക്കാൻ വയ്യ, എനിക്ക് ഇരുന്നേ ചെയ്യാൻ പറ്റത്തുള്ളൂ, എന്നെ ഒഴിവായിക്കൂടെ എന്ന് ചോദിച്ചു. അഭിനയിക്കാനുള്ള ത്വര അദ്ദേഹത്തിനുണ്ട്, പാഷനുണ്ട്. അപ്പോൾ സലീം എപ്പോഴും നിലപാടുകളിൽ ഉറച്ചു നിൽക്കുന്ന ഒരാളാണ്. അയാളുടെ രാഷ്ട്രീയമാണെങ്കിലും അയാൾക്ക് പറയാനുള്ള കാര്യം അദ്ദേഹം സ്ട്രോങ് ആയിട്ട് പറയാറുണ്ട്. ഒരു മകന്റെ വേദനയും രോഷവുമാണ് ഞാൻ കണ്ടത്. സത്യം പറഞ്ഞാൽ സിവിക് സെൻസ് നമുക്ക് വളരെ കുറവാണ്. എന്തിനാണ് ഇങ്ങനെ ഇടിച്ചു കയറി നിൽക്കുന്നത്? നോക്കൂ, ഭാരതിരാജ സാർ മരിച്ചു. എത്ര പേര്, എനിക്കത് പോകണമെന്ന് വലിയ ആഗ്രഹമായിരുന്നു. ഞാൻ ഒരുപാട് ഇഷ്ടപ്പെടുന്ന വ്യക്തി, എനിക്ക് പോകാൻ പറ്റിയില്ല. എനിക്ക് അദ്ദേഹത്തെ നേരിട്ട് പരിചയമുണ്ട്. അപ്പോൾ എന്ത് മാന്യമായിട്ടാണ് തമിഴ്നാട്ടിലെ യൂട്യൂബേഴ്സ് ആയാലും മാധ്യമപ്രവർത്തകരായാലും പെരുമാറിയത് നിങ്ങൾ കാണുന്നില്ലേ? അവരാവശ്യമില്ലാതെ ഊറ്റിത്തിക്കുന്നുള്ളൂ. അത് എന്തുകൊണ്ട് നമുക്ക് പറ്റിക്കൂടാ? നമ്മളത് ചെയ്യാത്ത എന്താ? നിയന്ത്രണം ആവശ്യമാണ് ഈ കാര്യത്തിൽ. സ്വയം നിയന്ത്രിക്കാൻ നോക്കണം. അപ്പം ഇത് എല്ലാവരും ചന്തുവിൻ്റെ കൂടെയാണ്, ഇല്ലേ? തീർച്ചയായും. അപ്പോൾ ഇത് നെഗറ്റീവായിട്ടല്ലേ ഈ പറയുന്നതാണ്. കുറച്ചാൾ കഴിയുമ്പോഴത്തേക്കും നമ്മുടെ പ്രൈവസിയിലേക്ക് ഇങ്ങനെ കടന്നു കയറുമ്പോൾ നമ്മൾ സ്ഥിരമായിട്ട് നമ്മൾ റിയാക്ട് ചെയ്ത് പോകും. ആ റിയാക്ട് ചെയ്ത് പോകുന്നത് ഭയങ്കര അപകടകരമായ രീതിയിലായി കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ദോഷം വരുന്ന ഈ യൂട്യൂബേഴ്സിനോ അല്ലെങ്കിൽ ഈ പറയുന്ന പാപ്പരാസികൾ എന്ന് കളിയാക്കി വിളിക്കുന്നവരായിട്ടുള്ള മാധ്യമപ്രവർത്തകർ എന്ന് വേണമെങ്കിൽ പറയാവുന്ന ആളുകൾക്കാണ്. അപ്പം അതവരെ ഒഴിവാക്കണം. അതാണ് എൻ്റെ അഭിപ്രായം. ഈ യൂട്യൂബേഴ്സിൽ തന്നെ റിവ്യൂ പറയുന്നവരും ഉണ്ടല്ലോ, സിനിമയെ റിവ്യൂ പറയുന്ന. ഇപ്പൊ സാറിന്റെ ഇപ്പൊ ഞാൻ ഈ അടുത്ത് സെർച്ച് ചെയ്തപ്പോ കണ്ടതാണ്, സാർ അംഗമട്ടഹാസം എന്ന് പറയുന്ന മൂവിയുടെ ഒരു പാർട്ട് ആയിരുന്നു. അതിനകത്തൊരു ചെറിയ വേഷത്തിൽ അപ്പൊ എന്നെ ഒന്നും പറഞ്ഞിട്ടില്ല, അത്യാവശ്യം മര്യാദക്ക് അഭിനയിച്ചതേ പറഞ്ഞോളൂ. അതിന്റെ ഭാഗ്യം. അതായത് അതിന്റെ സംവിധായകന് അയാള് ഞാൻ ചെറുപ്രായത്തിൽ കമൽ സാറൊക്കെ അഭിനയിച്ച അന്തിവേല പൊന്നിൽ ഒരു ബാലതാരായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. സുമാരേട്ടൻ, ലളിത ചേച്ചിയുടെ മകനായിട്ട് കണ്ടായി അഭിനയിച്ചത്, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ.
അതിനുശേഷം ഞാൻ ഏതോ ഒരു സിനിമയിൽ ഗാന്ധിനാന്ന് തോന്നുന്നു ഒരു ചെറിയ വേഷത്തിൽ ഒരു ആർട്ടിസ്റ്റ് കണ്ട് വരാതിരുന്നപ്പോഴത്തേക്ക് സംവിധായകൻ പറഞ്ഞിട്ട് കയറിയിരുന്ന് അഭിനയിച്ചേ ഉള്ളൂ. ഒരു കൊറിയൻ പടം എന്ന് പറഞ്ഞ സിനിമയിൽ എന്നെ അഭിനയിക്കാൻ ക്ഷണിച്ചത് സുയിത്തസ് നായരാണ്. അപ്പോൾ അയാൾ എന്നെ വിളിച്ചു. ആ പടം കഴിഞ്ഞപ്പോൾ എനിക്ക് ഒന്ന് രണ്ടു പടങ്ങൾ കിട്ടി. ഈ ഡോക്ടർ ബിജുവിൻ്റെ വലിയ ചെറുകുള്ള പക്ഷികൾ, സജി സുരേന്ദ്രൻ്റെ ഷീ ടാക്സിയിൽ ഞാൻ അഭിനയിച്ചു. ഒരേ മുഖം എന്ന് പറഞ്ഞ സജിത്ത് ചെയ്ത പടം, പിന്നെ സുഹിത്തിൻ്റെ പടം. അത് കഴിഞ്ഞിട്ട് സതീഷ് ഡയറക്ട് ചെയ്ത ട്യൂമൻ, ഒരുപാട് അപ്ലോസ് കിട്ടിയ സോഹൻ ഡയറക്ട് ചെയ്ത ഭാരത സർക്കസ്, അങ്ങനെ കുറേ സിനിമകൾ ഞാൻ ചെയ്തു. അപ്പോൾ ഈ സുജിത്ത് എന്നെ വിളിച്ച് ഈ പടത്തിൽ അഭിനയിക്കാൻ ഒരു ക്യാരക്ടർ പറഞ്ഞു. അപ്പോൾ കൊല്ല കുഴപ്പമില്ലാത്ത ക്യാരക്ടറായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു ശരി, ഞാൻ വരാമെന്ന് പറഞ്ഞു. പക്ഷെ ഞാൻ ലൊക്കേഷനിൽ എത്തുമ്പോഴാണ് എൻ്റെ ക്യാരക്ടർ ഇതല്ല, വേറെയാന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് അവിടെ നിന്ന് ഇറങ്ങിപ്പോകാൻ പറ്റത്തില്ലല്ലോ, ഇയാള് ഇങ്ങനെ നിൽക്കുന്നത്. അപ്പോൾ ആ ക്യാരക്ടർ നന്ദുവാ ചെയ്തത് ഞാൻ. അപ്പം ഞാൻ ചോദിച്ചു എന്നെ ഒഴിവായിക്കൂടെ എന്ന് ഞാൻ ചോദിച്ചു. അപ്പോൾ ഇതിൽ ഇയാൾ കട്ടായം പറഞ്ഞല്ല. ഞാൻ പറഞ്ഞത് എന്നോട് പറയണ്ടേ, ക്യാരക്ടർ പറയണ്ടേ. ഞാനിവിടെ ബഹളമൊന്നും ഉണ്ടാക്കാൻ പോയില്ല. കാര്യം ഞാൻ അങ്ങനെ ബഹളം ഉണ്ടാക്കാൻ പാകത്തിലുള്ളൊരു നടനല്ലല്ലോ, അത്രയൊന്നും ആയിട്ടില്ലല്ലോ. എൻ്റെ ഒരു നടനായിട്ട് അറിയുന്നത് വളരെ കുറവാണ്. റിവ്യൂസ് പോലും ട്യൂമൻ കഴിഞ്ഞപ്പോൾ ഭയങ്കര അപ്ലോസ് പറഞ്ഞു, ഭാരത് സർക്കസ് ഭയങ്കര അപ്ലോസ് പറഞ്ഞു. ഇതുവരെ നടൻ നിലയിൽ ആരും തെറി കേട്ടിട്ടില്ല ഇതുവരെ. പക്ഷേ ഉണ്ട്, അന്വേഷണത്തിൻ്റെ തുടക്കത്തിൽ പേർപ്പസ്ഫുള്ളി എനിക്കെതിരായിട്ട് സൈബർ അറ്റാക്ക് ഉണ്ടായിരുന്നു. ഒരുപക്ഷെ എൻ്റെ നിലപാടുകൾ ഉണ്ടായിരിക്കാം. ഇല്ല എങ്കിൽ എനിക്കറിയാം ആരാണ് ഫേക്ക് ഐ ഡി എന്ന് പറയുന്നത്. എപ്പോഴും നമ്മൾ മനസ്സിലാക്കുന്നത് ബിട്രയൽ കംസ് ഫ്രം യുവർ, നോട്ട് ഫ്രം യുവർ എനിമി. ബിട്രയൽ ഈസ് വിത്തിൻ. നമ്മുടെ കൂട്ടത്തിൽ നിന്നാണ് ചതി വരുന്നത്. അപ്പോൾ ആ സിനിമയുടെ അണിയറയിൽ പ്രവർത്തിച്ചവരും എൻ്റെ തന്നെ കടാക്ഷത്താൽ പിന്നെ അവസരം കിട്ടുന്നവരും അല്ലാതെ എന്നോട് താല്പര്യമുണ്ടെന്ന് പുറമേ കാണിക്കുന്നവരായിട്ടുള്ള 22 ഫേക്ക് ഐ ഡീസ് ഞാൻ പൊക്കി. 22. എൻ്റെ ഡീറ്റെയിൽസ് ഇരിപ്പുണ്ട്. പോയി. ഞാനിപ്പോൾ ഒരുത്തൻ എന്നെ ഭയങ്കരമായിട്ട് പച്ചത്തറി വിളിച്ചു, ഞാൻ സൈബറിൽ കൊണ്ടു കൊടുത്തു. ഞാൻ തിരിച്ചു വിളിക്കേണ്ട കാര്യമില്ലല്ലോ. ഈ സൈബറിൽ കൊടുക്കുന്നതിന് ഒരു സൊല്യൂഷൻ സാറിന് കിട്ടുന്നുണ്ടോ? എനിക്ക് 22 പേരുടെ ഡീറ്റെയിൽസ് കിട്ടിയല്ലോ. ഈ 22 പേര് എനിമി വിതിനാണ്. ഞാനിപ്പോൾ ഒരു ചാനൽ ആദ്യമായിട്ട് പറയാം. ഈ 22 പേരും ഞാൻ പറഞ്ഞില്ലേ, ബിട്രയൽ ഈസ് നോട്ട് ഫ്രം ദ എനിമി, ഇറ്റ് ഈസ് വിതിൻ. നമ്മുടെ അടുത്ത് നിന്നാണ്, നമ്മുടെ കൂട്ടത്തിൽ നിന്നാണ്. അതെപ്പോഴും നിങ്ങൾ മനസ്സിലാക്കണം. നമ്മൾ നടക്കുന്ന ഓരോ ചുവടുകളിലും നമ്മളോട് അസൂയപ്പെടുന്നവരാണ് നമ്മുടെ കൂട്ടം. സിബ്ലിങ്സ് റൈവൽറി ഉണ്ടെന്നൊക്കെ പറയുന്നത് പോലെ നമ്മളുടെ ഓരോ ചുവടുകളും സൂക്ഷിക്കുക. എനിക്ക് നിങ്ങളെപ്പോലുള്ള ചെറുപ്പക്കാരോട് പറയാനുള്ള ഒറ്റ കാര്യമേ ഉള്ളൂ. ഞാൻ അതുകൊണ്ട് വളരെ സൂക്ഷിച്ചാണ് നിൽക്കുന്നത്. എൻ്റെ ഏറ്റവും നമ്മുടെ സന്തത സഹചാരിയായ ആളായിരിക്കും നമുക്കേറെ ഏറ്റവും കൂടുതൽ പോഷ് പറയുന്നത്, നമുക്കേറെ ഏറ്റവും കൂടുതൽ മോശം പറയുന്നത്, കള്ളങ്ങൾ പറയുന്നത്, കള്ളങ്ങൾ പ്രചരിപ്പിക്കുന്നത്. അതുകൊണ്ട് ഞാൻ എപ്പോഴും എത്ര അടുപ്പം കാണിച്ചാലും എത്ര തോളെ കേട്ടാലും ഒരകലം ഞാൻ വെക്കും. എനിക്കറിയാം നാളെ ഇതെനിക്കിട്ട് വരുന്ന പണിയാണെന്ന് എനിക്കറിയാം. സോ അപ്പോൾ എന്താണെന്ന് പറയുക, നമുക്ക് വിഷമം വരില്ല. തുടക്കകാലങ്ങളിലൊക്കെ നമ്മൾ കൂടെ ഇരുന്ന ഒരാൾ നമ്മളെ ചതിക്കുമ്പോൾ നമുക്ക് ഭയങ്കര വിഷമമല്ലേ. ഇപ്പോൾ സാറിന്റെ മൂവീസിലെ ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ കുറെ മൂവീസ് സാറിന് വേണ്ടത്ര അപ്ലോസ് കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞു. എനിക്ക് തോന്നിയിട്ടുള്ളത് ഇപ്പൊ ബെസ്റ്റ് ഓഫ് ലക്ക്, ഈ മൂവി ഞാൻ കുറേ പ്രാവശ്യം ടി വിയിൽ കണ്ടിട്ടുണ്ട്. അന്നൊന്നും എനിക്ക് അറിയില്ലായിരുന്നു സാറാണ് അതിന്റെ ഡയറക്ടർ എന്ന്. അപ്പൊ ഈ ഡയറക്ടർ ഇപ്പൊ ഞാൻ സെർച്ച് ചെയ്ത സമയത്താണ് ഞാൻ ഈ മൂവി സാർ ഡയറക്ട് ചെയ്തതാണല്ലേ എന്നൊരു സർപ്രൈസിങ് മൊമെന്റ്. കാരണം എന്റെ ചെറുപ്പത്തില് എനിക്കൊന്നിനെ സൂര്യയിലാന്ന് തോന്നുന്നു അടുപ്പിച്ച് ഇത് വരുമായിരുന്നു. അപ്പോ അന്നൊക്കെ ആസിഫ് അലി അല്ലെ അവരൊക്കെ വെച്ചിട്ട് സാറ് ചെയ്ത ഒരു മൂവിയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു ആ മൂവി. അപ്പൊ ഈ ഡയറക്ടേഴ്സിന് വേണ്ടത്ര ഒരു റെക്കഗ്നീഷൻ എനിക്ക് ഏറ്റവും ഇഷ്ടമില്ലാത്ത മൂവി. എനിക്ക് ഞാൻ ആലോചിക്കരുതേ, എന്റെ ഇന്റർവ്യൂന്ന് വരുന്ന എല്ലാവരും എന്റെ ഏറ്റവും മോശം സിനിമയെ പറ്റിയല്ലേ പറയുന്നുള്ളൂ. എന്തുകൊണ്ട് പകലിനെ പറ്റിയും വൈരത്തിനെ പറ്റിയും കിണറിനെ പറ്റിയും മധുരബസിനെ പറ്റിയും പറയുന്നില്ലാതെ എന്റെ ഏറ്റവും വലിയ സങ്കടമാണ്. നോക്കൂ, അത് കണക്ട് ചെയ്യപ്പെടുന്ന കുറെ പേരുണ്ടാവാം. അപ്പൊ അത് ഞാൻ ചെയ്യാൻ പാടില്ലാത്തൊരു മൂവിയായിരുന്നു. ആ മൂവിയുടെ പേരിൽ ഇപ്പോഴും ഞാൻ ആക്ഷേപ ശരകൾ കേട്ടോണ്ടിരിക്കുകയാണ്. അല്ല സി നോക്കൂ, എന്നിലെ സംവിധായകനിൽ നിന്നൊരു പക്ഷേ പ്രേക്ഷകർ അങ്ങനത്തെ ഒരു സിനിമ പ്രതീക്ഷ കാണത്തില്ല. അതുകൊണ്ടായിരിക്കും ഞാനൊരു വിവാദത്തിലേക്കില്ല. വിവാദമല്ല, ഞാൻ ആ ഒരു കോംപ്ലിമെന്റ് ആയിട്ടാ പറഞ്ഞത്. പക്ഷെ അത് ഇങ്ങനെ ആവുമെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. ഞാൻ ആക്ച്വലി ആ മൂവി എൻജോയ് ചെയ്തിരുന്നു. എനിക്ക് ഹാജറയുടെ ഈ ഇന്റർവ്യൂവില് ഈ സംഭവങ്ങൾ ഇട്ടിട്ടുണ്ടെങ്കിൽ
ഹാജറക്കെതിരായിട്ടായിരിക്കും ഏറ്റവും കൂടുതൽ കമന്റ് വരാൻ പോകുന്നത്. പക്ഷെ അല്ല, ഞാൻ ജെനുവിൻ ആയിട്ടാ പറഞ്ഞത്. ഞാൻ എനിക്ക് കണ്ട് ഇഷ്ടപ്പെട്ട ഒരു മൂവി ഇഷ്ടപ്പെട്ടു എന്ന് പറയുന്നതിൽ എനിക്ക് തെറ്റ് തോന്നുന്നില്ല. ഞാൻ ഹാജറ ഒരുപാട് പേര് എന്റെ അടുത്ത് പറയുന്നുണ്ട്, അത് കേൾക്കുമ്പോ എന്നെ ട്രോളുന്നതാണോ? അല്ല, എനിക്ക് എന്റെ ചെറുപ്പത്തിലെ ഒരു അത് ഹിറ്റ് ചെയ്ത ഒരു മൂവിയാ. ഇപ്പൊ മമ്മൂക്കായ്ക്ക് അതിൽ ഗസ്റ്റ് റോൾ ആയിട്ടുണ്ടായിരുന്നു. കുറെ ആർട്ടിസ്റ്റ്, വലിയ വലിയ സീനിയർ ആയിട്ടുള്ള ആർട്ടിസ്റ്റ്. അതെ അതെ അതെ, പ്രഭു സാർ, അതെ അതാ പറഞ്ഞ, ഒത്തിരി പേരുണ്ടായിരുന്നു. അർച്ചന രവി, അതെ അതെ, സുരാജ്, ഭീമൻ രഘു. എനിക്കറിയില്ല, അതൊരു നല്ല സ്റ്റാർ കാസ്റ്റ് ഉള്ള സോറി നല്ല സ്റ്റാർ കാസ്റ്റ് ഉള്ള ആ ഒരു പ്രായത്തില് നമ്മൾ ഭയങ്കര ഇവരൊക്കെ ടിവിയില് ഭയങ്കര മമ്മൂക്ക വരുന്നു ഗസ്റ്റ് റോളില്. അപ്പൊ എപ്പോഴും ചിലപ്പോ മമ്മൂക്കാനെ കാണാൻ വേണ്ടിയിട്ട് ആ പടത്തിന്റെ ലാസ്റ്റ് വരെയൊക്കെ കണ്ടിരിക്കുന്ന സെറ്റ്. അതുകൊണ്ട് ഞാൻ ജെനുവിൻ ആയിട്ട് എന്റെ ഒരു റിവ്യൂ പറഞ്ഞതാ. അപ്പൊ ഒത്തിരി ലെജൻസ് ആയിട്ട് സാർ വർക്ക് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ നമ്മുടെ കൂടെ ഇന്നില്ലാത്ത ഒത്തിരി, ഇപ്പൊ നെടുമുടി വേണു ചേട്ടനായിക്കോട്ടെ, അതുപോലെ തിലകൻ ചേട്ടനായിക്കോട്ടെ, ഒത്തിരി പേരായിട്ട് സാർ വർക്ക്, അവരൊക്കെ ആയിട്ടുള്ള ഒരു എന്തെങ്കിലും ഒരു സ്വീറ്റ് മെമ്മറി ഉണ്ടെങ്കിൽ ഒന്ന് ഷെയർ. കാരണം എനിക്കെപ്പോഴും ഈ റിയൽ ആർട്ടിസ്റ്റിനോട് ഭയങ്കര സ്നേഹമാണ്. നമ്മുടെ സൂപ്പർ സ്റ്റാർസിന്റെ ഏറ്റവും വലിയ പ്ലസ് എന്ന് പറയുന്നത് റിയൽ ആർട്ടിസ്റ്റ് അല്ലെ. ഏത് ഇതിലേക്കും ട്രാൻസ്ഫോം ചെയ്യാനുള്ള കപ്പാസിറ്റി രണ്ടുപേർക്കും ഉണ്ട്. അത് അവരെ മാറ്റി നിർത്തുക. ഇന്ത്യ കണ്ടതിൽ അല്ലെ കേരളം കണ്ടതിൽ ഏറ്റവും നല്ല നടൻ എന്നെ സംബന്ധിച്ചോളം ഭരത് ഗോപിയാണ്, ഗോപിച്ചേട്ടനാണ്. അദ്ദേഹം അഭിനയിച്ചൊരു പടം വിതരണം ചെയ്യാനുള്ള ഭാഗ്യം എനിക്കുണ്ടായിട്ടുണ്ട്. പക്ഷെ എന്റെ സിനിമയിൽ അദ്ദേഹത്തിന് അഭിനയിക്കാൻ പറ്റാത്തതിൽ എനിക്ക് ഭയങ്കര വിഷമം ഉണ്ടാക്കരുത്. വേണുചേട്ടൻ എന്റെ പടത്തിൽ അഭിനയിച്ചു, നെടുമുടി വേണു. അപ്പൊ എന്റെ ഫാദർ എപ്പോഴും പറയും, നീ ഒരു ഡയറക്ടറായിട്ട് ഞാൻ അംഗീകരിക്കണമെങ്കിൽ നിന്റെ പടത്തിൽ നെടുമുടി വേണു അഭിനയിച്ചിരിക്കണം എന്ന് പറയാനും. അപ്പൊ വേണുചേട്ടൻ എന്റെ പടത്തിൽ തെലുങ്കിലുണ്ടായിരുന്നു. പക്ഷെ എന്റെ എല്ലാ പടത്തിലും ഉണ്ടായിരുന്ന തിലകൻചേട്ടനായിരുന്നു. തിലകൻചേട്ടനുമായിട്ട് എനിക്ക് ഭയങ്കര ആത്മബന്ധമായിരുന്നു, പിതൃതുല്യമായ സ്നേഹം തന്നെയാണ്. തിലകൻചേട്ടൻ്റെ കല്യാണത്തിനൊക്കെ വന്നു ഭയങ്കര ഒരു ആത്മബന്ധമാണ് തിലകൻചേട്ടൻ. തിലകൻചേട്ടൻ വൈരമാണെങ്കിലും പകലാണെങ്കിലും, പകലിൽ പൃഥ്വിരാജ് അതിമനോഹരമായി ചെയ്തു. പകലും വാസ്തവവും പൃഥ്വിരാജിനെ സ്റ്റേറ്റിൽ പരിഗണിച്ചിട്ട് വാസ്തവത്തിൽ കിട്ടി. രാജു വളരെ മനോഹരമായി ചെയ്ത അദ്ദേഹത്തിൻ്റെ ഒരു 10 സിനിമകളിലൊന്ന് പകലാണെന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കും. എൻ്റെ അഭിപ്രായമാണ്, രാജുവിൻ്റെ അഭിപ്രായമല്ല, ഞാൻ എൻ്റെ അഭിപ്രായം പറയാം. നിങ്ങൾ ഇനിയും കണ്ടുവെക്കും, എന്ത് മനോഹരമായിട്ടാണ് പൃഥ്വിരാജ് ആ സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നത്. ആ സിനിമയിലെ കഥാപരമായ നായകൻ തിലകൻചേട്ടനാ, മനസ്സിലായില്ലേ? അപ്പൊ തിലകൻചേട്ടൻ വളരെ മനോഹരമായി ചെയ്തു. ആയുധത്തിൽ ചെയ്തു, വൈരത്തിൽ ചെയ്തു, നഗരത്തിലുണ്ട്. അദ്ദേഹം മരിക്കുമ്പോൾ ഞാൻ ഏകദേശം 6 സിനിമകൾ സംവിധാനം ചെയ്തു. മദ്രബസിലുണ്ടായിരുന്നു 6 സിനിമകൾ സംവിധാനം ചെയ്തു. അതിൽ 5 എണ്ണത്തിൽ അദ്ദേഹം ഉണ്ടായിരുന്നു. ബെസ്റ്റ് ഓഫ് ലക്ക് ഒഴിച്ച് ബാക്കിയുള്ള എല്ലാ സിനിമയിലും അദ്ദേഹം ഉണ്ടായിരുന്നു. ഞാൻ വലിയ ഭാഗ്യവാനാണ്. കാര്യം ശങ്കരാടി ചേട്ടൻ ഞാൻ നിർമ്മിച്ച ചിത്രത്തിൽ അഭിനയിച്ചിട്ടുണ്ട്, ഒടുവിൽ ഉണ്ണിച്ചേട്ടനും അഭിനയിച്ചിട്ടുണ്ട്, മാമുക്കോയ അഭിനയിച്ചിട്ടുണ്ട്. അതൊക്കെ എന്റെ വലിയ ഭാഗ്യങ്ങളാണ് സത്യം പറയാം. ലെജൻസ് ആണ് അവരെല്ലാവരും. ഇപ്പൊ മമ്മൂക്കയായിട്ട് ഒരു മൂവി ചെറിയ ഗസ്റ്റ് റോളിൽ, മമ്മൂക്കയാണല്ലോ ഒരാൾ മാത്രം നായകൻ. പക്ഷെ അതിനേക്കാളൊക്കെ വലിയൊരു ഭാഗ്യം എന്റെ ജീവിതത്തിലുണ്ടായി. അത് മറ്റൊന്നുമല്ല, അതാണ് എന്റെ ഏറ്റവും വലിയ ഭാഗ്യം. ഈ സിനിമയിൽ ഇറങ്ങിയിട്ട് അതല്ല, ഡയറക്ടർ ഈ സിനിമാ ജീവിതത്തില് ഞാൻ അടൂർ സാറിന്റെ പടത്തിൽ അഭിനയിച്ചു, പദയാത്രയിൽ, അതും മമ്മൂക്കാടെ കൂടെ. അത് എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഇതാണ്. കാര്യം അടൂർ സാറ് എന്ന് പറഞ്ഞാൽ ഞാൻ പിന്നെ അടൂർ സാറിന്റെ ഏറ്റവും അടുത്തുള്ള ഒരു പിന്നെ സുഹൃത്ത് അല്ലെങ്കിൽ പ്രവർത്തകനാണ് അലിയാർ സാർ, പ്രൊഫസർ അലിയാർ സാർ. അപ്പൊ അലിയാർ സാറിനെ കാണുമ്പോഴൊക്കെ ഞാൻ പറഞ്ഞു, സാറേ എനിക്കൊരു ഷോട്ട്. ഞാൻ അങ്ങനെ അഭിനയിക്കാൻ വേണ്ടി ആരുടെ അടുത്ത് പോയി ചോദിക്കാറില്ല. എന്നെ സ്ഥിരമായിട്ടുള്ള ആളുകളൊക്കെ വിളിക്കാറുണ്ട്. അപ്പോ സംവിധായകർ ഉൾപ്പെടെ ഞാൻ ആരുടെ അടുത്തും അങ്ങനെ ചോദിക്കാറില്ല. ഏറ്റവും അടുത്ത സുഹൃത്തുക്കളോടൊക്കെ തമാശക്ക് പറയും, നമ്മളിവിടെ ഉണ്ട് കേട്ടോ, ഇതൊക്കെ പറയുന്നല്ലാതെ അത് തമാശക്ക് പറയുന്നത്. അവർ വിളിച്ചില്ലെന്ന് പറഞ്ഞ ഒരു വിരോധവും ഇല്ല. അപ്പൊ അടൂർ സാറിന്റെ പടത്തിൽ അഭിനയിക്കണം എന്നുള്ളത് എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു. അപ്പൊ ഞാൻ അലിയാർ സാറോട് പറഞ്ഞിട്ടുണ്ട്, സാറേ ഒരു ഷോട്ട്, ഡയലോഗൊന്നും വേണ്ട, അപ്പൊ ഒരു ഷോട്ടോ, തന്നെ പോലെ ഒരു സംവിധായകരൊക്കെ. ഞാൻ അത്ര വലിയ സംവിധായകരൊന്നും അല്ല, എനിക്കൊരു ആഗ്രഹം. അടൂർ സാറിനെ ഞാൻ പരിചയപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ പിന്നീടാണ് ഞാൻ അറിയുന്നത് ഇത് മമ്മൂട്ടി കമ്പനിയാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്, മമ്മൂക്ക പ്രൊഡ്യൂസർ. അപ്പൊ ഞാൻ അറിയുന്നില്ല മമ്മൂക്ക നായകനൊന്നും ഞാൻ അറിയുന്നില്ല. അടൂർ സാറിന് പടം ചെയ്യാൻ പോകുന്നു എന്ന് മാത്രമേ അറിയുള്ളൂ. പേഴ്സണൽ മെസ്സേജ് അയച്ചു. പുള്ളി പോലും അത്ഭുതപ്പെട്ടു. ഞാൻ ഇതുവരെ ഒരു കാര്യം ആവശ്യപ്പെടുന്നത്, ഓക്കെ ഈ സിനിമയുടെ ഇത് പബ്ലിസിറ്റിക്ക് വേണ്ടി ഏതെങ്കിലും ഒക്കെ ഒരു ടീച്ചറൊക്കെ വരുമ്പോൾ ഷെയർ ചെയ്യാൻ ഞാൻ നേരിട്ട് പറയാറുണ്ട്, ചെയ്തു തരാറുണ്ട്. അപ്പൊ എന്റെ ഒരു പേഴ്സണൽ ആവശ്യം ഞാൻ, പുള്ളിക്ക് ചിരി വന്നു തോന്നുകേണ്ട. അപ്പോൾ കാസ്റ്റിംഗ് ഒക്കെ കഴിഞ്ഞ് ഞാൻ നോക്കട്ടെ എന്ന് പറഞ്ഞു. നമുക്ക് പറഞ്ഞിട്ടുണ്ട്, എനിക്ക് 100% അറിയാം. അലിയാർ സാറും പറഞ്ഞു.
അതിൻ്റെ അടിസ്ഥാനത്തിൽ എന്നെ വിളിച്ചു. ഒരു ദിവസത്തെ ഷൂട്ടേ ഉള്ളായിരുന്നു. എനിക്കൊരു ഡയലോഗും ഉണ്ട്, 4 ഷോട്ടും ഉണ്ട്. മമ്മൂക്കാരുടെ കൂടെ കോമ്പിനേഷനാണ്. ബാക്കി കാര്യങ്ങൾ എനിക്ക് പറയാൻ നിർവാഹമില്ല. എന്താ കഥാപാത്രം എന്നൊക്കെ. പദയാത്രയിൽ അഭിനയിക്കാനുള്ള ഭാഗ്യം. മോഹൻകുമാർ IAS ആയിരുന്നു എൻ്റെ സ്ക്രിപ്റ്റ്. ഷഹനാസ് ജലാലായിരുന്നു ക്യാമറ. അപ്പൊ എനിക്ക് ഫസ്റ്റ് ടേക്ക് തന്നെ ഓക്കെ ആക്കാൻ പറ്റിയതിൽ ഭയങ്കര സന്തോഷമുണ്ട്. ഞാൻ വിചാരിച്ചൊരു 8 ടേക്കെങ്കിലും പോകും സാറിന്റെ രീതിയിൽ. പക്ഷെ ഫസ്റ്റ് ടൈം ഞാൻ ഷഹനാദിനോട് പോയി ചോദിച്ചു, എങ്ങനെയാടാ വരുന്നത്, ഇവിടുന്ന് എങ്ങനെ മൂവ്മെന്റ് എങ്ങനെയാണ്. അപ്പൊ അവൻ്റെ അടുത്ത് പറഞ്ഞു തന്നു. സാറിനോട് പോയി ചോദിക്കാനൊന്നും പറ്റത്തില്ല. ഫസ്റ്റ് ഷോട്ട് കഴിയുമ്പോൾ മീര സാർ വന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, ആ ഷോട്ട് ഓക്കെ ആട്ടോ. അപ്പൊ അത് വലിയൊരു അനുഗ്രഹം.